വാർത്തകളിലേക്ക് തിരികെ പോകാം. പ്രധാന തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി. അറസ്റ്റ് നിയമപരമെന്നും ഉത്തരവിൽ. ശബരിമലയിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഹൈക്കോടതി അറിവോടെ. കൈമാറ്റം പാരമ്പര്യ വിധി പ്രകാരമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട്. 2017 കൊടിമരം നിർമ്മാണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് അംഗീകാരവും നൽകി. ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടവുമായി CPIM. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെന്ന് വിശദീകരിക്കാൻ നിർദ്ദേശം. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്. വീടിനകത്ത് കയറി ക്ഷമാപൂർവ്വം മറുപടി നൽകണമെന്നും സർക്കുലർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കുതിപ്പ് തുടർന്ന് കണ്ണൂർ. കോഴിക്കോടും തൃശൂരും തൊട്ടു പിന്നാലെ. കലോത്സവത്തിന് നാളെ സമാപനം. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിന് കാരണം പ്രണയബന്ധത്തിനിടയിലെ സംശയമെന്ന പ്രാഥമിക കണ്ടെത്തൽ. കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ച്. കൊലപാതകത്തിൽ പ്രതി 16-കാരൻ മാത്രമെന്ന് മലപ്പുറം SP. കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്. അപ്പോൾ മുറിവ് കാണിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ജലവും വരുന്നുണ്ടോ ചോദിച്ചു. മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആദിവാസി കുടുംബം. പുഴുവരിക്കുന്ന വ്രണവുമായി എത്തിയ 5 വയസ്സുകാരിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് പരാതി. വീഴ്ച പരിശോധിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യമില്ല. പത്തനംതിട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. രാഹുൽ മാങ്കുടത്തിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തോട് രാഹുൽ മാങ്കുടത്തിൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ട്. ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. രാഹുൽ മാങ്കുടത്തിലിന്റെ എല്ലാ വാദങ്ങളും തള്ളി കോടതി. ലൈംഗിക ബന്ധം നടന്നത് ഉഭയസമ്മത പ്രകാരമല്ലെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും വ്യക്തമാക്കി. വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് രാഹുൽ മാങ്കുടത്തിനെതിരെ മൂന്നാമത് ബലാത്സംഗ പരാതിയുമായി രംഗത്തെത്തിയത്. വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധം സ്ഥാപിച്ചതെന്നും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുമാണ് പരാതി. മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ജാമ്യമില്ല എന്നൊരു വാർത്തയാണ്. പത്തനംതിട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അന്വേഷണത്തോട്ട് ഇതുവരെയും രാഹുൽ മാങ്കുടത്തിൽ സഹകരിച്ചിട്ടില്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നുമൊക്കെയാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ശബരിമലയിലെ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധി പ്രകാരമെന്ന് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ട്.
2017 അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവന്നു. പഴയ കൊടിമരത്തിന്റെ ഭാഗങ്ങൾ പൂജാവിധികൾ ഉപയോഗിച്ച് സംസ്കരിച്ചു. അഷ്ടിക് പാലകർ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ തൂക്കി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊടിമരം പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയും അതിന് അംഗീകാരവും നൽകിയിരുന്നു. 2012 ദേവസ്വം കമ്മീഷണർ ഇറക്കിയ ഉത്തരവ് പ്രകാരം വാജീവാഹന കൈമാറ്റം ചട്ടവിരുദ്ധമാണെന്നാണ് SITയുടെ വാദം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാജീവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കേടുപാടുകളെ തുടർന്നും മറ്റും ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റുന്ന ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ സ്വത്താണെന്നാണ് ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറി. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇന്നലെയാണ് VSSCയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. SIT 19-ാം തീയതി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ, ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ അതോ പുതിയ പാളികളാണോ, പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയ നിർണ്ണയിക്കുന്ന പരിശോധനയിലാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം ജയിൽ ഡോക്ടർ എത്തി ശങ്കരദാസിനെ പരിശോധിച്ചിരുന്നു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബുധനാഴ്ചയാണ് ശങ്കർദാസിനെ SIT തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തത്. കേസിൽ 11-ാം പ്രതിയാണ് ശങ്കർദാസ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തെയും UDF ഭയക്കുന്നില്ലെന്നും UDF ഭരണസമിതിക്കെതിരായ ഇപ്പോഴത്തെ ആരോപണം അന്വേഷണത്തിൽ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസിൽ പ്രതികളായവർക്കെതിരെ CPIM ഇപ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അന്വേഷണത്തിൽ വെള്ളം ചേർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ കൊള്ളയല്ലേ, ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോ നടന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നടന്നത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയും 2024 വീണ്ടും കൊള്ള നടത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെന്റും CPM-ഉം സംരക്ഷിക്കുക. അതിന് മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് നീ പ്രയാർഗവാദം അത് ജീവിച്ചിട്ട് പോലും നിങ്ങൾ ഇതില്ലാതാവില്ല. ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട. ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ്. ജാമ്യം പോലും ഒരു കിട്ടണം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടവ് നയമാണ് സതീശൻ സ്വീകരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. വർഗീയവാദികൾക്ക് കുടപിടിച്ച് അവരുടെ തണലിൽ നിൽക്കുന്ന സതീശൻ രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഈഴവനായ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സതീശന് ഇഷ്ടമായില്ല. VD സതീശന് മുസ്ലിം ലീഗിന്റെ സ്വരമാണിപ്പോൾ. VD സതീശന് വട്ടാണ്. ഉളമ്പാറയ്ക്ക് അയക്കണമെന്നും സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന് കാത്തിരുന്ന് കാണണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. സതീശൻ ഈഴവ വിരോധിയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടവ് നയമാണ് സതീശൻ സ്വീകരിക്കുന്നതെന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നത്. വർഗീയവാദികൾക്ക് കുടപിടിച്ച് അവരുടെ തണലിൽ നിൽക്കുന്ന സതീശൻ രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നാണ് വെള്ളാപ്പള്ളി വിമർശിക്കുന്നത്. ഈഴവനായ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് VD സതീശന് ഇഷ്ടമായില്ല. VD സതീശന് മുസ്ലിം ലീഗിന്റെ സ്വരമാണ് ഇപ്പോഴുള്ളതെന്നും VD സതീശന് വട്ടാണെന്നും മൂളമ്പാറയ്ക്കൊക്കെ അയക്കണമെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന് കാത്തിരുന്ന് കാണണമെന്നും
വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വീട് കയറി പ്രചാരണം നടത്തുന്നവർക്കുള്ള പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി CPIM. പ്രചാരണം നടത്തുമ്പോൾ ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, ജനങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ സർക്കുലറിൽ പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി PV അൻവർ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. അൻവർ മണ്ഡലത്തിൽ സജീവമാവുകയും UDF നേതാക്കളെ നേരിട്ട് കാണുകയും ചെയ്തു. ലീഗ് കോൺഗ്രസ് നേതാക്കളെ കണ്ടാണ് ചർച്ച നടത്തിയത്. സമുദായ നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ മണ്ഡലത്തിൽ അനൗപചാരിക പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. UDFിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF അടിത്തറ വിപുലമാകുമെന്നും അതിൽ വിവിധ വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും സോഷ്യൽ ഗ്രൂപ്പുകളും ഉണ്ടാകുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലുതാവും, ഒരു സംശയം വേണ്ട. അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ ആ വിപുലീകരണത്തിൽ കേരള കോൺഗ്രസ് അതൊന്നും ആ വിഷയമൊന്നും അത് ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല, ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഒരു സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട. ഞങ്ങൾ ആരും പറയാത്ത, ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പറഞ്ഞില്ല. വരുമ്പോൾ അറിയിക്കാം. മലപ്പുറത്ത് 14-കാരിയെ കൊലപ്പെടുത്തിയത് പ്രണയബന്ധത്തിനിടയിലെ സംശയം മൂലമെന്ന് മലപ്പുറം SP വിശ്വനാഥൻ പറഞ്ഞു. കേസിൽ മറ്റാർക്കും പങ്കുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് 16-കാരൻ മൊഴി നൽകിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു അഫയറിന്റെ കാര്യം എന്നൊക്കെ ഉള്ളതാണ് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നമ്മളോട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും വി നീഡ് ടു കൊറോബറേറ്റ്. അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല, മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവണം. അതിൻ്റെ ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വീണ്ടും ഒന്ന് CDR വെച്ചിട്ട് നമ്മളത് പരിശോധിക്കാനായിട്ടാണ് ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷെ മുന്നേ ഇത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നെന്നുള്ളതും പറയണ്ട. അപ്പൊ ഞാൻ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തതിനു ശേഷം മേ ബി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എങ്ങനെയായിരുന്നു പോയിരുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോൾ സ്ട്രാങ്കുലേഷൻ തന്നെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായ വിതരണം തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ധനസഹായമായ 9,000 രൂപ ജനുവരി മാസത്തിൽ നൽകാനുള്ള ഉത്തരവ് ഉടനിറങ്ങും. ഇക്കാര്യത്തിൽ ദുരന്തബാധിതർക്ക് ആശങ്ക വേണ്ടെന്നും കെ രാജൻ പറഞ്ഞു. 9,000 രൂപയുടെ ജീവനോപാധി
2025 ഡിസംബർ മാസം വരെ ഒരു തെറ്റുമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കാണത് കൊടുക്കാനുള്ള നിയമമെങ്കിലും അവിടുത്തെ പാവപ്പെട്ടവരായ മനുഷ്യരെ കരുതിക്കൊണ്ട് ആ സഹായത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. വീട് സ്വന്തമാകും വരെ വീടിന്റെ വാടക കൊടുക്കാൻ സർക്കാർ നിർബന്ധിതമായ ഇടപെടൽ നടത്തും. ഒരു ഭീതിയും ഉണ്ടാകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിൽ തന്നെ ആദ്യഘട്ട വീടുകൾ പൂർണ്ണമായും കൈമാറാൻ കഴിയും എന്ന പ്രതീക്ഷ ഗവൺമെന്റിനുണ്ട്. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. പുഴുവരിക്കുന്ന വ്രണവുമായി എത്തിയ 5 വയസ്സുകാരിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തെ പരാതി. പോത്തുകൾ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിത ദമ്പതികളുടെ മകൾ സുനിമോൾക്ക് ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. കുഞ്ഞിന്റെ തലയിലെ വ്രണം അഴുകിയ നിലയിലായിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതാണ്. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓട്ടോയിലേക്ക് കയറ്റുന്ന സമയത്താണ് തലയിലെ മുറിവിൽ പുഴുവുള്ളതായി കാണുന്നത്. തുടർന്ന് വീണ്ടും നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. കുഞ്ഞിന്റെ തലയിൽ നിന്നും 30-ലേറെ പുഴുക്കളെയാണ് നീക്കം ചെയ്തത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് പറയാമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. 2-3 പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാ കരയുന്നത്. അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ജലവും വരുന്നുണ്ടോ ചോദിച്ചു. ആ ഉണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ ഇളകണ കാണാണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കൾ ഇങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു. അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു. മഞ്ചേരിയിലുള്ള നന്ദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും മഞ്ചേരിക്ക് തന്നെ വരണോ അതോ നിലമ്പൂർ കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളൊരു കാര്യം ചെയ്യും, നിലമ്പൂർ എത്താനായില്ല, ഞങ്ങൾ നിലമ്പൂർ ഡോക്ടറിനെ കാണിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ്. പമ്പ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ ഗുരുതര അനാസ്ഥയെന്ന തീർത്ഥാടകരുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പമ്പ മെഡിക്കൽ ഓഫീസർക്ക് DMO നിർദ്ദേശം നൽകി. നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയാണ് DMOയ്ക്ക് ആശുപത്രി അധികൃതർക്കെതിരെ പരാതി നൽകിയത്. കാലിലെ മുറിവ് കെട്ടിയത് സർജിക്കൽ ബ്ലേഡ് അകത്ത് വെച്ചാണെന്നാണ് ആരോപണം. പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പദയാത്രയായി പമ്പയിൽ എത്തിയതാണ് പ്രീത. കാലിൽ മുറിവുണ്ടായതിനെ തുടർന്ന് രണ്ടാമത് ഡ്രസ്സ് ചെയ്യാനായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് തൊലി മുറിക്കുന്നത് കണ്ടപ്പോൾ പരിചയക്കുറവ് തോന്നുകയും ബാൻഡേജ് മതിയെന്ന് പറയുകയുമായിരുന്നു. വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് സർജിക്കൽ ബ്ലേഡ് ബാൻഡേജിനുള്ളിൽ കണ്ടതെന്ന് പ്രീത പറഞ്ഞു. വാർത്തകളിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. ഓഫീസുകളിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടിന്റെ ഭാഗമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കണ്ടെത്തൽ. പരിശോധനയിൽ 41 ഉദ്യോഗസ്ഥർ പല കരാറുകളിലായി വാങ്ങിയ 16,50,000 രൂപ പിടിച്ചെടുത്തു. KSEB മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ KSEB സെഷൻ ഓഫീസുകളിൽ കരാർ നൽകുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തൽ. വയനാട്ടിലും വ്യാപക വിജിലൻസ് പരിശോധന നടത്തി. AE ഓവർസീസർമാർ, സബ് എഞ്ചിനീയർമാർ തുടങ്ങിയവരെല്ലാം കൈക്കൂലി വാങ്ങിയെന്ന് തെളിവ് കണ്ടെത്തിയതായും വിജിലൻസ് കണ്ടെത്തി. ഗൂഗിൾ പേയിലൂടെയാണ് പലരും പണം വാങ്ങിയത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്കെതിരെ നടപടി. ഇൻഡിഗോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ 22.2 കോടി രൂപ പിഴ ചുമത്തി. യാത്രികർക്കുണ്ടായ വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ വിലയിരുത്തിയ ശേഷമാണ് നടപടിയെന്ന് DGCA വ്യക്തമാക്കി. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലയളവിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇൻഡിഗോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. യാത്രക്കാർക്കുണ്ടായ വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്.
ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലയളവിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. ഇപ്പോഴിതാ പിഴ ചുമത്തിയിരിക്കുകയാണ്. 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിലാണ് ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിൽ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ഇൻഡിഗോയ്ക്ക് 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും ഇതിന് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകളും ഒക്കെ വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. 22.2 കോടി രൂപ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ ആസിഡ് ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുൽപ്പള്ളി പ്രിയദർശിനി ഉന്നതിയിലെ വിദ്യാർത്ഥിക്കാണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ രാജു ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ സമയത്താണ് അയൽവാസിയായ പ്രതി വീട്ടിലെത്തി ആസിഡ് ഒഴിച്ചത്. ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ പെൺകുട്ടിയോട് ഇയാൾ യൂണിഫോം ചോദിച്ചത് നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. സാരമായി പരിക്കേറ്റ പെൺകുട്ടിയെ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെൺകുട്ടിയുടെ കാഴ്ചയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. താൽക്കാലിക ഡ്രൈവർ നിയമനത്തിൽ KSRTCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനം പാടില്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ KSRTC നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. KSRTCയിലെ മുഴുവൻ ഡ്രൈവർ തസ്തിക ഒഴിവുകളും ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ഒഴിവുകളിലേക്ക് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചു. നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശി ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരാഴ്ച മുൻപ് കുഞ്ഞ് നിലത്ത് വീണ് പരിക്കേറ്റിരുന്നു. ഇതാണോ മരണകാരണമെന്നും പരിശോധിച്ചു വരികയാണ്. തിരുവനന്തപുരം വക്കത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂൾ വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കൊള്ളൊന്നുമില്ല. ആറ്റിങ്ങലിലെ സ്വകാര്യ നഴ്സറി സ്കൂളിലെ മിനി വാനാണ് അപകടത്തിൽപ്പെട്ടത്. മണനാക്കിൽ നിന്നും കടക്കാവൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂൾ വാനിന് കുറുകെ തെരുവുനായ ചാടുകയായിരുന്നു. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും വണ്ടിയുടെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തടാകത്തിൽ നടക്കാനിറങ്ങിയ 2 മലയാളി യുവാക്കൾ മുങ്ങി മരിച്ചു. മലപ്പുറം സ്വദേശി മാധവ് മധു, കൊല്ലം സ്വദേശി ബിനു പ്രകാശ് എന്നിവരാണ് മരിച്ചത്. സേനാ പോയിന്റിലെ തണുത്തുറഞ്ഞ തടാകത്തിൽ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 7-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 5 പേർ രക്ഷപ്പെട്ടെങ്കിലും 2 പേർ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ഒരാളുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. മറ്റൊരു മൃതദേഹം അരുണാചലിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ ചേലക്കരയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോണൂർക്കര സ്വദേശി സുരേഷിന്റെ പറമ്പിലാണ് ഇന്ന് പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. നിലവിലുള്ള സോളാർ വേലികൾ തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്.
സോളാർ വേലികൾക്ക് പകരം തൂക്കുവൈദ്യുത വേലികൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം അകമലയിലും കാട്ടാനകൾ ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായതോടെ കടുത്ത ആശങ്കയിലാണ് കർഷകർ. കൊല്ലം അഞ്ചലിൽ സ്കൂളിൽ കയറി 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടന്നു പിടിച്ചയാൾ പിടിയിൽ. ഏരൂർ സ്വദേശി ആനന്ദാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്കൂളിലെ മതിൽ ചാടിക്കടന്ന് വിദ്യാർത്ഥിനിയെ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിന് സമീപത്തേക്ക് വലിച്ചുകൊണ്ടുപോവുകയും പ്രതിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി അധ്യാപകരെ വിവരം അറിയിക്കുകയുമായിരുന്നു. വിദ്യാർത്ഥിനിയുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. തൃശൂരിൽ യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈലും കവർന്ന കേസിൽ യുവാവ് പിടിയിൽ. ചേലക്കര സ്വദേശി ജസ്വന്തിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളം സ്വദേശിയായ 20-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതിയാണ് ജസ്വന്ത്. റെന്റിന് കാറിന്റെ കാര്യം സംസാരിക്കാനെത്തിയ വ്യാജേന വിളിച്ചു വരുത്തിയ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും കവരുകയായിരുന്നു. പിടിയിലായ 26-കാരനായ ജസ്വന്തിനെ ചേലക്കര സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ വെങ്ങാനല്ലൂരിൽ പഞ്ചായത്ത് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ക്വാറി വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. അമിതഭാരം കയറ്റിയ ക്വാറി വാഹനങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമാകുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. തഹസിൽദാരോ സബ് കളക്ടറോ നേരിട്ടെത്തി പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് ചേലക്കര പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പറഞ്ഞു. പ്രദേശത്ത് അമിതഭാരം കയറ്റി വാഹനങ്ങൾ സർവീസ് നടത്തുന്നതിനാൽ റോഡുകൾ പൂർണ്ണമായും തകരുകയാണെന്നും രൂക്ഷമായ പൊടിശല്യം കാരണം പ്രദേശവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നെന്നുമാണ് പരാതി. പ്രദേശവാസികളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നും അമിതഭാരവുമായി പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ച് റോഡുകൾ കൃത്യമായ നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സംശയാസ്പദമായ സാഹചര്യത്തിൽ കുവൈറ്റിലെ മുബാറക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ ശ്രമിച്ച അജ്ഞാത മൃതദേഹം സുരക്ഷാ അധികൃതർ കണ്ടെത്തി. സംഭവത്തിൽ 2 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മരിച്ചുപോയ സുഹൃത്തിന്റെ മൃതദേഹം വീൽചെയറിൽ മുബാറക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ആശുപത്രി ജീവനക്കാരന് കൈമാറിയ ശേഷം സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കേസ് വെളിച്ചത്ത് വന്നത്. മൃതദേഹം ഉപേക്ഷിച്ച അസാധാരണമായ രീതി സംശയത്തിന് കാരണമാകുകയും തുടർന്ന് സുരക്ഷാ അധികാരികൾ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള ഫോറൻസിക് പരിശോധനയിൽ മരിച്ചയാൾ ഒരു ഇന്ത്യൻ പൗരനും സ്വാഭാവിക കാരണത്താലാണ് മരിച്ചതെന്നും സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും കാലഹരണപ്പെട്ട വിസയിൽ കുവൈത്തിൽ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നതിനാൽ മരണം അധികാരികളെ അറിയിക്കുകയോ വൈദ്യസഹായം തേടാനോ ഉള്ള ഭയം കൊണ്ടാണ് 2 പ്രതികളും പ്രവർത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈക്ക് റെസിഡൻഷ്യൽ ഏരിയയിൽ ലൈസൻസ് ഇല്ലാത്ത ഭക്ഷ്യ ഉൽപാദന കേന്ദ്രവും ബേബി ഫുഡ് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയും കണ്ടെത്തി. ഇത് നടത്തിയിരുന്ന 12 പേരെ കുവൈറ്റ് ക്രിമിനൽ സെക്യൂരിറ്റി വകുപ്പ് അറസ്റ്റ് ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയായ ലംഘനങ്ങൾ ചെറുക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി ആവശ്യമായ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി വ്യക്തികൾ ജലീബ് അൽ ഷുവൈക്കിലെ ഒരു റെസിഡൻഷ്യൽ ഹോമിനുള്ളിൽ ഭക്ഷ്യ ഉൽപാദന കേന്ദ്രവും വെയർഹൌസും നടത്തുന്നതായി ക്രിമിനൽ സെക്യൂരിറ്റി വകുപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ഈ സൗകര്യം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഏറ്റവും അടിസ്ഥാന ആരോഗ്യ ആവശ്യകതകൾ പോലും ഇല്ലാത്തതാണെന്നും വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ പദവി ഇല്ലാത്തതാണെന്നും പൊതുജനാരോഗ്യത്തിനും ഉപഭോക്തൃ സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നും കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ പ്രതികൾ അവരുടെ വീട്ടിനുള്ളിൽ നിയമവിരുദ്ധമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതായി സമ്മതിച്ചു. അന്വേഷണത്തിൽ അവർ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലുള്ള സഹകരണ സംഘങ്ങൾ സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതായി കണ്ടെത്തി. സാമൂഹിക ഒത്തുചേരലുകളിൽ പലപ്പോഴും കഴിക്കുന്നതും കുട്ടികളെ ലക്ഷ്യമിട്ടതുമായ ഈ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഉയർന്ന അപകട സാധ്യത കണക്കിലെടുത്ത് എല്ലാ ഉൽപ്പന്നങ്ങളും സഹകരണ സംഘങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും സാമൂഹിക കാര്യ തൊഴിൽ മന്ത്രാലയം ഇൻവെന്ററി ചെയ്യുകയും ചെയ്തു. നിയമം നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് സുരക്ഷാ നിരീക്ഷണ ക്യാമ്പയിനുകൾ ഇനിയും തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. കേരള വിഷന്റെ പത്തനംതിട്ട കോന്നി സബ് ഡിസ്ട്രിബ്യൂട്ടറായ കോന്നി വിഷന്റെയും പ്രാദേശിക വാർത്താ ചാനലായ ACNന്റെയും ഉദ്ഘാടനം നടന്നു. KCCL ആൻഡ് KV ബിൽ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. KCCL ആൻഡ് KV ബിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ C ACN ചാനൽ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു. KCCL ആൻഡ് KV ബിൽ COO പത്മകുമാർ,
കോന്നി വിഷൻ പ്രസിഡന്റ് TP സുന്ദരേശൻ, സെക്രട്ടറി AR രാജേഷ് കുമാർ, ട്രഷറർ രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രളയത്തിൽ തകർന്ന ഇടുക്കി പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഇനിയും യാഥാർത്ഥ്യമായില്ല. പഴയ മൂന്നാറിൽ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം മുതിരപ്പുഴയ്ക്ക് കുറുകെയായിരുന്നു തകർന്ന ഈ പാലം സ്ഥിതി ചെയ്തിരുന്നത്. പാലമില്ലാതായതോടെ ഈ മേഖലയിൽ താമസിക്കുന്നവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. 2018 പ്രളയത്തിൽ മുതിരപ്പുഴയാറ്റിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലായിരുന്നു പഴയ മൂന്നാറിലെ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത്. പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങുമെത്താതെ അനന്തമായി നീളുകയാണ്. പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലങ്ങളെ ആശ്രയിച്ചു വന്നിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മുടെ ഈ ആടുപാലം ഇവിടെ ഉണ്ടായിരുന്ന പാലം നമ്മുടെ വർക്ക്ഷോപ്പിലെ ക്ലബിന്റെ പുറയിലുള്ള പാലമായിരുന്നു. ഈ നേരത്തെ ഇത് 11ാം വാർഡായിരുന്നു. ഈ വാർഡിലുള്ള പാലമായിരുന്നു. 2018 പ്രളയം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിന്റെ സമയത്തിൽ ഈ പാലം പൊട്ടിപ്പോയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 2020 ഇതിന് ഈ പാലം കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് അരിക്കല് നാട്ടുകാരുന്ന് മറ്റേ MM മണി വന്നിട്ട് അരിക്കല്ല് ഇട്ടിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ ഫണ്ട് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇത് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു വർഷം കടത്തിട്ട് 2022 പിന്നെ ഈ പാലത്തിന് വേണ്ടിയിട്ട് 85 ലക്ഷം രൂപ ഫണ്ട് വെച്ചായിരുന്നു. പിന്നെ അതും നടന്നില്ല. ഇതുവരെ ഈ പാലം ഇപ്പം പൊട്ടിപ്പോയിട്ട് 7 കൊല്ലമായി ഈ പാലം പൊട്ടിട്ട്. ഇതുവരെ പാലത്തിന്റെ ഒരു നടപടി എടുത്തിട്ട്. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നും തുക അനുവദിച്ചുവെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായി. പക്ഷേ നിർമ്മാണ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കാൻ തങ്ങൾക്ക് അധിക തുകയും സമയവും ചിലവഴിക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട്. തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും ആവർത്തിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.